Dear students, welcome to Tech Talks. Next module start ചെയ്യാം. That is module 4. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പോയിന്റേഴ്സ് ഇൻ സി. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. വാട്ട് ഈസ് എ പോയിന്റർ? ഡെഫിനേഷൻ നോക്കാം. എ പോയിന്റർ ഈസ് എ സ്പെഷ്യൽ വേരിയബിൾ ദാറ്റ് സ്റ്റോഴ്സ് ദ മെമ്മറി അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് 1 by 1 ആയിട്ട് പറഞ്ഞു പോവാം. ആദ്യമേ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ഒരു പ്രോഗ്രാം നോക്കി, ഒരു ഇൻറ്റീജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന് വാല്യൂ അസൈൻ ചെയ്തു, ഇൻറ്റീജർ നമ്പർ 10. നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വേരിയബിൾ ക്യാൻ ഹോൾഡ് എ പർട്ടിക്കുലർ ഡേറ്റ. ഈ ഡേറ്റ എവിടെയാണ് സേവ് ചെയ്യുക? മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത്. മെമ്മറിയിൽ ഓരോ സ്ലോട്ടുകൾ ഉണ്ടാവും. ആ ഒരു സ്ലോട്ടിലാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. ആ ഒരു സ്ലോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിം. സോ ഇഫ് യു ക്രിയേറ്റ് എ വേരിയബിൾ, ആക്ച്വലി ദാറ്റ് വേരിയബിൾ റെപ്രസെൻറ്റ്സ് എ മെമ്മറി സ്ലോട്ട്. ഒരു മെമ്മറിയിൽ ഒരു ബോക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു ബോക്സിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മെമ്മറി ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സിന് ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും. നമ്മുടെ എല്ലാ വീട്ടിലും ഒരു നമ്പർ ഉള്ളത് പോലെ, ഹൗസ് നമ്പർ ഉള്ളത് പോലെ നമ്മുടെ മെമ്മറി ബോക്സിനും ഒരു യുണീക്ക് നമ്പർ ഉണ്ടാവും. ആ ഒരു നമ്പറാണ് അഡ്രസ്. സോ ഈച്ച് മെമ്മറി ലൊക്കേഷൻ വി ഹാവ് എ യുണീക്ക് അഡ്രസ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വേരിയബിളിന് ഒരു അഡ്രസ് ഉണ്ട്. ആ ഒരു അഡ്രസ്സിനകത്തായിരിക്കും ഡേറ്റ എപ്പോഴും സേവ് ചെയ്യുക. സോ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ നെയിം ഈസ് നം. ആ നമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡ്രസ് ലൊക്കേഷൻ ഉണ്ടാകും. ആ ഒരു അഡ്രസ്സിനകത്താണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക. ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്താണ്? ഇൻറ്റീജർ നമ്പർ 10. ദെൻ ഇവിടെ അഡ്രസ് പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, പ്രിന്റ് അഡ്രസ് ഓഫ് നം ഈക്വൽ ടു %d ന്യൂ ലൈൻ കോമ ആംബിസെന്റ് നം. ഈ ഒരു ആംബിസെന്റ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുക? ടു സ്പെസിഫൈ ദ അഡ്രസ്. അവിടെ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? നം എന്ന് പറയുന്ന വേരിയബിളിന്റെ കറസ്പോണ്ടിങ് അഡ്രസ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. അഡ്രസ് എന്താണെന്ന് നമുക്ക് ആദ്യമേ പറയാൻ പറ്റില്ല. അവൈലബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി സ്ലോട്ട് ആണല്ലോ അലോക്കേറ്റ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ് നമ്പർ എന്താണോ അത് പ്രിന്റ് ചെയ്യും. സോ അഡ്രസ് എടുക്കാനുള്ള ഓപ്പറേറ്റർ ആണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആംബിസെന്റ് സിമ്പിൾ. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, അഡ്രസ് വന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ അഡ്രസ്. ദെൻ ഡേറ്റ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് സ്പെസിഫൈ ദ വേരിയബിൾ നെയിം. അവിടെ നമ്പർ മാറ്റി കൊടുത്താൽ മതി. സേവ് ചെയ്യാം, ഒന്നുകൂടി എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, ഡേറ്റ പ്രിന്റ് ചെയ്ത്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. പോയിന്റേഴ്സ്. പോയിന്റേഴ്സിന്റെ ഡെഫിനേഷൻ ഇതാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വേരിയബിൾ that stores the address or the memory address of another variable. ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നം ഓഫ് ടൈപ്പ് ഇൻറ്റീജർ. ഈ ഒരു വേരിയബിളിന്റെ അഡ്രസ് മറ്റൊരു വേരിയബിളിന് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു വേരിയബിളിനെയാണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയുക. ഞാനൊരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഫസ്റ്റ് പ്രൊവൈഡ് ഡേറ്റ ടൈപ്പ്. ഞാൻ ഇൻറ്റീജർ എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റ് സ്പേസ് ആസ്ട്രിക് സ്റ്റാർ വേരിയബിൾ നെയിം P1. കണ്ടോ, ഇത് P1 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. സ്പെഷ്യൽ വേരിയബിൾ ഓർ പോയിന്റർ വേരിയബിൾ. ഈ സ്റ്റാർ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ പോയിന്റർ വേരിയബിൾ. സോ ഇതൊരു പോയിന്റർ വേരിയബിൾ ആണ് P1. എൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇതാണ്. ദിസ് പോയിന്റർ വേരിയബിൾ ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, P1 ഈക്വൽ ടു അഡ്രസ് ഓഫ് നം. കണ്ടോ, അഡ്രസ് ഓഫ് നം എന്താണ്? നം വേരിയബിളിന്റെ അഡ്രസ് എടുത്തു, അതെങ്ങോട്ട് അസൈൻ ചെയ്തിരിക്കുക? ടു ദ വേരിയബിൾ P1. സോ P1 ഈസ് എ സ്പെഷ്യൽ വേരിയബിൾ ഓർ എ പോയിന്റർ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്, പ്രിന്റ് അഡ്രസ് ഓഫ് നം ഈക്വൽ ടു %d ന്യൂ ലൈൻ കോമ P1. ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട്?
P1 എന്താണ്? അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ, അഡ്രസ് ഓഫ് നം. അത് പ്രിന്റ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ? അഡ്രസ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് മോഡിഫൈ ചെയ്യാണ്. printf വാല്യൂ ഓഫ് നം എന്ന് കൊടുക്കാം. വാല്യൂ ഓഫ് നം ഈക്വൽ ടു %d ന്യൂ ലൈൻ കോമ P1 പകരം സ്റ്റാർ P1 എന്ന് കൊടുത്ത് ഇവിടെ റിട്ടേൺ ചെയ്യുക. അഡ്രസ് ആയിരിക്കില്ല, അഡ്രസ്സിനകത്തുള്ള ഡേറ്റ അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്ന ഡേറ്റ, ആ ഒരു അഡ്രസ് പോയിന്റ് ചെയ്യുന്ന ഡേറ്റ, ഓർ ഇങ്ങനെ പറയാം അഡ്രസ്സിനകത്തുള്ള ഡേറ്റ. P1 എന്താണ്? അഡ്രസ് ഓഫ് നം. അഡ്രസ്സിനകത്തുള്ള ഡേറ്റ കിട്ടാനായിട്ട് സ്റ്റാർ P1 എന്ന് കൊടുത്തു. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ? അഡ്രസ്സിനകത്തുള്ള ഡേറ്റയാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. പോയിന്റർ വേരിയബിൾ, ഇറ്റ് ഇസ് എ സ്പെഷ്യൽ വേരിയബിൾ. ഇറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. 2 ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. ആംബസെന്റ്, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ, ദ ആസ്ട്രിക് ഓപ്പറേറ്റർ, ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ഓർ വാല്യൂ അറ്റ് സ്പെസിഫിക് അഡ്രസ്. അഡ്രസ്സിനകത്തുള്ള ഡേറ്റ എടുക്കാനായിട്ട് ആസ്ട്രിക് വേരിയബിൾ നെയിം. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക, പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത്, ഡേറ്റ ടൈപ്പ് ഈസ് ഇൻറ്റീജർ, ഇൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? ഇൻറ്റ് ആസ്ട്രിക് P1. So P1 is a pointer variable. It can hold the address of an integer variable. മറ്റൊരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ, ഇൻറ്റ്. ഞാൻ ഇൻറ്റ് സ്റ്റാർ P1 പകരം ഫ്ലോട്ട് സ്റ്റാർ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? ഇറ്റ് ഇസ് എ പോയിന്റർ വേരിയബിൾ. ഇറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ ഫ്ലോട്ടിംഗ് വേരിയബിൾ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, നോട്ട്സിലോട്ട് വരാം. ഒരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് വിത്ത് പോയിന്റേഴ്സ്. 2 ഓപ്പറേറ്റേഴ്സ് ആണ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ, ഇറ്റ് വിൽ റിട്ടേൺ ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. ദെൻ ആസ്ട്രിക് ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ, ഓർ ഇറ്റ് വിൽ റിട്ടേൺ വാല്യൂ അറ്റ് സ്പെസിഫിക് അഡ്രസ്. ആ ഒരു എക്സാമ്പിൾ നോക്കി. ഒരു വേരിയബിൾ എക്സ് ഓഫ് ടൈപ്പ് ഇൻറ്റീജർ, വാല്യൂ എന്താണ്? 20. ദെൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റ് ആസ്ട്രിക് P, ഒരു പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ദെൻ അവിടെ തന്നെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഈക്വൽ ടു ആംബസെന്റ് എക്സ്. അപ്പോൾ P is a pointer variable. അപ്പോൾ Pയിൽ എന്താ ഉണ്ടാകുക? അഡ്രസ് ഓഫ് വേരിയബിൾ എക്സ്. ദെൻ എന്താണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്? printf %d ആസ്ട്രിക് P. അപ്പോൾ Pയിലുള്ളത് എന്താണ്? അഡ്രസ് ഓഫ് എക്സ് സ്റ്റാർ P എന്ന് പറയുമ്പോഴോ ആ ഒരു അഡ്രസ്സിനകത്തുള്ള ഡേറ്റ, അഡ്രസ്സിനകത്തുള്ള ഡേറ്റ എന്താണ്? 20. അവിടെ റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് 20 എന്നായിരിക്കും. And pointer arithmetic, pointers can be incremented or decremented. ഒരു പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റ് ആസ്ട്രിക് P. ദെൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് P++. P may have an address. P++, അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ്. ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ഇൻറ്റീജർ അഡ്രസ്. ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇൻറ്റീജർ ടൈപ്പ് പോയിന്റർ അല്ലേ? യൂഷ്വലി ഒരു ഇൻറ്റീജർ വേരിയബിളിന് 4 bytes അലോക്കേറ്റ് ചെയ്യും. സോ P++, ഇറ്റ് വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ഇൻറ്റീജർ അഡ്രസ്, യൂഷ്വലി +4 bytes. ഒരു ഇൻറ്റീജർ വേരിയബിളിന് 4 bytes ആണ് യൂഷ്വലി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ P++ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷൻ, ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന അഡ്രസ് ലൊക്കേഷൻ അല്ല. ഒരു ഇൻറ്റീജർ വേരിയബിളിന് 4 അഡ്രസ് ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷൻ യൂഷ്വലി +4 bytes. ഒരു കാര്യം കൂടി പറയണം, പോയിന്റേഴ്സ് ആൻഡ് അറേസ്. ദ നെയിം ഓഫ് ആൻ അറേ ഈസ് എ പോയിന്റർ ടു ഇറ്റ്സ് ഫസ്റ്റ് എലമെന്റ്. എന്താണെന്ന് നോക്കാം, അതൊന്ന് ചെയ്ത് നോക്കാം.
ഞാനൊരു array ക്രിയേറ്റ് ചെയ്യാണ്. Integer type array ARR or size 5 equal to initialize ചെയ്യാം. 5 elements കൊടുക്കാം. Within curly braces 10, 20, 30, 40, 50. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാണ്. ഇങ്ങനെ കൊടുത്ത് printf %d for my specifier integer type %d, ARR. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ആ ഒരു എൻ്റെ array പ്രിന്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് പ്രിന്റ് ചെയ്യുമോ? എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ട അവിടെ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അതെന്തായിരിക്കും? ആക്ച്വലി ഇറ്റ് ഈസ് ആൻ അഡ്രസ് ഓഫ് ഫസ്റ്റ് array എലമെന്റ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു array നെയിം മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് array നെയിം റിട്ടേൺസ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റ് അഡ്രസ് എന്താണോ അതായിരിക്കും റിട്ടേൺ ചെയ്യുക. എൻ്റെ array പ്രിന്റ് ചെയ്യില്ല, ഫസ്റ്റ് എലമെന്റ് പിക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യില്ല. ഇൻസ്റ്റഡ് ഇറ്റ് വിൽ റിട്ടേൺ ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ്. ഫസ്റ്റ് എലമെന്റിന് പോയിന്റ് ചെയ്യുക മീനിങ് ഫസ്റ്റ് എലമെന്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്, ആ ഒരു മെമ്മറി ബോക്സിൻ്റെ അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാൻ മറ്റൊരു രീതിയിൽ എഴുതാണ്. array ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം ഒരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ് ഓഫ് integer type int *p*. The next line p equal to, അപ്പോൾ പിയിൽ എന്താ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? ഒരു അഡ്രസ് ആയിരിക്കും, ഒരു വേരിയബിളിൻ്റെ അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ കൊടുക്കുകയാണ് p equal to ARR. ഇങ്ങനെ കൊടുക്കാമല്ലോ. കാര്യം ARR എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുക? ഇറ്റ് പോയിന്റ്സ് ടു ദ ഫസ്റ്റ് എലമെന്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ് അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അത് എങ്ങോട്ട് അസൈൻ ചെയ്തു? ടു ദ പോയിന്റർ വേരിയബിൾ p. ഇനി നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. printf %d, p. അവിടെയും എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? അഡ്രസ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, അഡ്രസ് പ്രിന്റ് ചെയ്തു. ദെൻ *p എന്ന് കൊടുക്കുകയാണ്. *p എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 10. p എന്ന് പറയുന്നത് അഡ്രസ് ആണ്. *p എന്ന് പറയുമ്പോഴോ അഡ്രസ്സിനകത്തുള്ള ഡേറ്റ. പിയിൽ നിങ്ങൾ എന്താണ് അസൈൻ ചെയ്തത്? അഡ്രസ് ഓഫ് ഫസ്റ്റ് എലമെന്റ്. അഡ്രസ്സിനകത്തുള്ള ഡേറ്റ എന്താണ്? 10. അപ്പോൾ *p is 10. ദെൻ ഇങ്ങനെ കൊടുക്കുകയാണ്. *, ഇൻ റൗണ്ട് ബ്രാക്കറ്റ് p+1. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? p+1. അതിൻ്റെ മീനിങ് എന്താണ്? പിയിൽ അഡ്രസ് ആയിരിക്കും ഉണ്ടാകുക, ഫസ്റ്റ് എലമെന്റ് അഡ്രസ്. ദാറ്റ് ഈസ് ഇൻക്രിമെന്റഡ്. അതായത് നെക്സ്റ്റ് എലമെന്റ് അഡ്രസ് ആയിട്ട് മാറി, സെക്കൻഡ് എലമെന്റ് അഡ്രസ് ആയിട്ട് മാറി. ദെൻ * കൂടി കൊടുക്കുമ്പോഴോ ആ പോയിന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഇപ്പോൾ അഡ്രസ് മോഡിഫൈ ചെയ്തു, നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു p+1. അത് പോയിന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ, അതായത് നെക്സ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് പ്രിന്റ് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടോ, 10 പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ p+3 എന്ന് കൊടുക്കാം. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഫസ്റ്റ് അഡ്രസ് ലൊക്കേഷൻ +3. എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടോ, 14 പ്രിന്റ് ചെയ്തു. ഫോർത്ത് എലമെന്റ് ആണ് പ്രിന്റ് ചെയ്തത്. ഫസ്റ്റ് അഡ്രസ് ലൊക്കേഷൻ +3, ഫോർത്ത് എലമെന്റ് അത് പ്രിന്റ് ചെയ്യും. ആ ഒരു ആസ്ട്രിക് ഓപ്പറേറ്റർ കളഞ്ഞാലോ, ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ p+3 എന്ന് മാത്രം കൊടുക്കുകയാണ്. എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? ഫോർത്ത് എലമെന്റ് അഡ്രസ് എന്താണോ അതായിരിക്കും പ്രിന്റ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടോ, ആ ഒരു അഡ്രസ് ആണ് വന്നിരിക്കുന്നത്, ഫോർത്ത് എലമെന്റ് അഡ്രസ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എൻ്റെ സമ്മറി point is hold the memory address and the asterisk operator, and it is used to dereference
or in order to access value or address സ്ഥാനത്തുള്ള ഡേറ്റ ഫെച്ച് ചെയ്യാനാണ് ആസ്ട്രിക് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ദെൻ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇറ്റ് ഗെറ്റ്സ് ദ അഡ്രസ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഫങ്ഷൻസ്, അറേസ്, സ്ട്രിങ്സ് ആൻഡ് ഡൈനാമിക് മെമ്മറി. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. കുറച്ച് പ്രോഗ്രാംസ് കൂടി ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായിട്ട് പറയാം. താങ്ക് യു.